അറിയൂസ് തന്റെ പ്രസംഗത്തിലൂടെ അലക്സാണ്ട്രിയയിൽ വലിയ കോലാഹലം സൃഷ്ടിക്കുകയോ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുകയും അവൻ നമ്മെ പോലെ ഒരുവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ വചനം വന്ന് ആവസിച്ചപ്പോൾ അവൻ ശക്തിയുള്ളവനായി എന്ന് പറയുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ വാദകോലാഹലം അവിടെ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ നാം ഇന്നും ചൊല്ലുന്നത് ഈ രണ്ട് വേദവിപരീതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വിവാദങ്ങളുടെ ഫലമായിട്ടാണ് നിഖ്യാ സുന്നതോസ് തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ്. അതുമാത്രമല്ല, ദൈവത്തെ സംബന്ധിച്ചും അതുപോലെ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും മാനുഷിക ചിന്തകളിലൂടെ പറയുവാൻ സാധിക്കുന്നതായ കാര്യം ദൈവം ആരാണ് എന്ന് ലളിതമായിട്ട് പറഞ്ഞു വെച്ചു. അത് വാസ്തവത്തിൽ പൂർവീക കാലം മുതൽ തന്നെ ഉള്ളതായ ചിന്തകളാണ്. ആ ചിന്തകൾ വാക്രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു നിഖ്യാ സുന്നതോസ് ചിന്തിച്ചത്. അതിന്റെ 1700-ാം വാർഷികമാണ് ഈ വർഷം 2025. ലോകമെമ്പാടും അതേ സംബന്ധിച്ചുള്ളതായ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ, പ്രത്യേകിച്ച് അപ്പസ്തോല സഭകൾ തുടങ്ങി പെന്തിക്കോസ്തുകാർ വരെയുള്ളവർക്ക് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം എന്നുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ളതായ ധാരണയുണ്ട്. അപ്പോൾ കാതലായ ഒരു വിശ്വാസ പ്രഖ്യാപനം